ഓഗസ്റ്റ് 15. ആഹ്ലാദകരമായ രണ്ട് സംഭവങ്ങളാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. അതിലൊന്ന്, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഭാരതം സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ വാർഷികം ഇന്ന് നാം ആഘോഷിക്കുന്നു. രണ്ട്, വ്യവസ്ഥകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് സ്വതന്ത്ര ഭാരതത്തിന്റെ മധ്യസ്ഥയും കൂടിയായ പരിശുദ്ധ കന്യാമറിയം എടുക്കപ്പെട്ടതിന്റെ വാർഷികം. അങ്ങനെ എടുക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചതിന്റെ വാർഷികം നാം ഇന്ന് ആഘോഷിക്കുകയാണ്. രണ്ടും ഭാരതത്തിലെ ക്രൈസ്തവർ എന്ന നിലയ്ക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു നല്ല മുഹൂർത്തമാണെന്ന്. നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയത്തെ സംബന്ധിച്ച് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാല് സത്യങ്ങളാണ് വിശ്വാസത്തിന്റെ ഭാഗമായി കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 4 കാര്യങ്ങളും നാം വിശ്വസിക്കാൻ കടപ്പെട്ടവരാണ്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിൽ 2 സത്യങ്ങൾ സൂനോദോസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. മറ്റു 2 സത്യങ്ങൾ അതാത് കാലത്ത് ഭരിച്ചിരുന്ന മാർപ്പാപ്പന്മാരിൽ നിക്ഷിപ്തമായിരുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രഖ്യാപിതമായിരിക്കുന്ന സത്യങ്ങളാആണ്. ആദ്യത്തെ സത്യം, പരിശുദ്ധ കന്യാമറിയം ദൈവത്തിന്റെ മാതാവാണ് എന്നതാണ് സത്യം. അത് 431 എഫേസൂസ് സൂനോദോസിലാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. കന്യാമറിയം ദൈവത്തിന്റെ അമ്മയാണ്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. സത്യത്തിൽ സഭയുടെ ആരംഭരൂപവും ആദൃശ്യരൂപവും അവസാന രൂപവും യേശുക്രിസ്തുവാണ് എന്ന് വരികിലും മാതാവില്ലാത്ത ഒരു സഭയെ സംബന്ധിച്ച് യേശുവിന്റെ ദർശനത്തിലില്ല. അതുകൊണ്ടാണ് കാൽവരിക്കുന്നിൽ മരണത്തിന് മുമ്പായി മാതാവിനെ മനുഷ്യകുലത്തിന്റെ മാതാവായിട്ട് യേശുക്രിസ്തു പ്രഖ്യാപിക്കുന്നത്, സഭയുടെ മാതാവായിട്ട് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് പ്രഖ്യാപിച്ചത്, അത് സത്യമാണ് എന്ന് ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം നടന്നത് AD 431 എഫേസൂസ് കൗൺസിലാണത്. രണ്ടാമത്തെ സത്യം മാതാവിനെ സംബന്ധിച്ച് നമുക്ക് വിശ്വസിക്കാൻ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളത്, മാതാവ് നിത്യകന്യകയാണ് എന്നുള്ള സത്യം. ഒരു വൈരുദ്ധ്യം അതിലുണ്ട്. ഒരേ സമയത്ത് മാതാവാണ്, അതേ സമയത്ത് കന്യകയുമാണ്. ആ വൈരുദ്ധ്യം അത് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഈ പ്രഖ്യാപനവും നടന്നത് സൂനോദോസിന്റെ അടിസ്ഥാനത്തിലാണ്. സൂനോദോസ് കൂടിയിരിക്കുന്ന അവസരത്തിലാണ്. അത് 649 ഈ പ്രഖ്യാപനം നടന്നത്. സൂനോദോസ് ലാറ്ററൻ കൗൺസിൽ സൂനോദോസ് എന്ന് പറയും. അതിനു മുമ്പ് തന്നെ വിശ്വാസികളുടെ ഇടയിൽ സ്ഥിരപ്രതിഷ്ഠ ലഭിച്ചിരുന്ന സത്യങ്ങളാണ് ഇവ രണ്ടും. പക്ഷേ ലോകത്തിന്റെ മുമ്പില് വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ കടപ്പെട്ട രീതിയിൽ പ്രഖ്യാപനം നടന്നത് 649 മറ്റു 2 സത്യങ്ങൾ അതാത് കാലഘട്ടത്തിലുള്ള മാർപ്പാപ്പന്മാരാണ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചത്. മൂന്നാമത്തെ സത്യം, പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണ് എന്നുള്ളതാണ്. ജനിക്കുമ്പോൾ തന്നെ പാപരഹിതമായിട്ട് ജനിച്ചവളാണ്. ഉത്ഭവത്തിൽ തന്നെ പാപവിമുക്തയായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു മഹൽ വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. ഇത് പ്രഖ്യാപിതമായത് 1854 9-ാം പിയൂസ് മാർപ്പാപ്പ. അന്നത്തെ മാർപ്പാപ്പ 9-ാം പിയൂസ് ആയിരുന്നു. നാലാമത്തെ സത്യമാണ് പരിശുദ്ധ കന്യാമറിയത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള 4-ാമത്തെ സത്യമാണ്. അത് 1950 നവംബർ മാസം 1-ാം തീയതിയാണ് പ്രഖ്യാപിതമായത്. മാതാവ് ഒരു വ്യവസ്ഥയുമില്ലാത്ത സ്വതന്ത്ര ലോകത്തിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള സത്യം. മാതാവിന്റെ സ്വർഗാരോപണം അത് 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് സഭയിൽ പ്രഖ്യാപിച്ചത്. ഈ 4 സത്യങ്ങളും ഇന്ന് വിശ്വാസത്തിന്റെ ഭാഗമാണ്. 5-ാമത്തൊരു സത്യം ഒരുപക്ഷേ അടുത്ത കാലത്തുണ്ടായേക്കാം, പക്ഷെ പ്രഖ്യാപിതമായിട്ടില്ല. അതൊരു പക്ഷേ ജോൺ പോൾ 2-ആയിരിക്കാം. ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് അറിവില്ലല്ലോ. മാതാവിനെ സംബന്ധിച്ച് തന്നെയാണ് 5-ാമതൊരു സത്യം കൂടി ഉണ്ടാകാനുള്ള സാധ്യത. പരിശുദ്ധ കന്യാമറിയം സഹരക്ഷകയാണ്. സഭയിലുള്ള വിശ്വാസമാണത്. പക്ഷെ ഇനിയും അത് സത്യമായിട്ട് പ്രഖ്യാപിതമായിട്ടില്ല. സത്യമായിട്ട് പ്രഖ്യാപിതമായിട്ടുള്ള 4 സത്യങ്ങള് നമ്മുടെ സ്മരണയിൽ സജീവമായിട്ട് നിലനിൽക്കുന്നത് നല്ലതാണ്. അതിന്റെ ഏറ്റവും അവസാനം പ്രഖ്യാപിതമായിട്ടുള്ള സത്യമാണ് മാതാവ് സ്വർഗാരോപിതയാണ് 1950.
നവംബർ മാസം 1-ാം തീയതിയാണ് അത് ആ സത്യം ഔപചാരികമായിട്ട് ലോകത്തിനു മുമ്പിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ അത് 53-ാം വാർഷികമാണ് എന്ന് പറയാൻ കാരണം. ഇവിടെയൊക്കെ നോക്കുമ്പോ പരിശുദ്ധ കന്യാമറിയം യഥാർത്ഥത്തില് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അടയാളവും അതേ സമയത്ത് ഒരു പ്രതീകവുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടയാളവും പ്രതീകവും ഭാഷയിൽ വെറുതെ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളല്ല, എനിക്ക് വേറെ ചിലർക്ക് അതാകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിന്റെ അടയാളവുമാണ്, ചിഹ്നമാണ്, അതേ സമയത്ത് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകവുമാണ് പരിശുദ്ധ കന്യാമറിയം. അത് രണ്ടും അർത്ഥവ്യാപ്തിയുള്ളതാണ്. അടയാളം എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷില് സൈൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രതീകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് സിംബൽ എന്ന് വേണമെങ്കിൽ അതിന് വിളിക്കാം. സൈൻ ആൻഡ് സിംബൽ ബോത്ത് ആർ ഡിഫറെന്റ്. ദി മീൻസ് ആർ ഡിഫറെന്റ്. എന്താ അതിന്റെ വ്യത്യാസം? 1-2 ഉദാഹരണങ്ങൾ കൊണ്ട് ഞാൻ അത് വ്യക്തമാക്കാൻ ശ്രമിക്കാം. ശ്രദ്ധിക്കുക നിങ്ങൾ. സൈൻ എന്ന് പറഞ്ഞാൽ ചിഹ്നം, അടയാളം. ഉദാഹരണമായിട്ട് ഒരു വലിയ ജംഗ്ഷൻ റോട്ടിൽ അത് ട്രാഫിക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം വലിയ സിറ്റികളിലുണ്ട്. ചുവപ്പുണ്ടാകും, പച്ചയുണ്ടാകും, അതിന്റെ ഇടയ്ക്ക് മഞ്ഞയുണ്ടാകും. ഈ ചുവപ്പ് ലൈറ്റ് തെളിയുന്നു എന്ന് വിചാരിക്കുക. അത് ഒരു അടയാളമാണ്. എന്തിന്റെ അടയാളം? അപകടത്തിന്റെ അടയാളം. അപകടം ചുവപ്പ് ലൈറ്റിന്റെ ഉള്ളിലില്ല. അത് അപകടത്തിനും ചെയ്ത് നോക്കിയാൽ പച്ച ലൈറ്റിന്റെ പോലെ തന്നെയാണ് അതിലെ ഘടന. പക്ഷെ ആ നിറം അപകടത്തിന്റെ സൂചനയാണ്. ആ സമയത്ത് റോഡ് മുറിച്ച് നടന്നാൽ പിന്നീട് ആ വ്യക്തി നടക്കേണ്ടി വരില്ല. കാരണം ശവമായി തീരാൻ നിമിഷങ്ങളെ വേണ്ടോ. അപകടമാണ്. അതുകൊണ്ട് സൂചനയാണത്, ചിഹ്നമാണ്. അപകടം ആ ലൈറ്റിലില്ല, ആ പ്രകാശത്തിൽ അപകടമില്ല. പക്ഷെ അപകടത്തെ ദ്യോതിപ്പിക്കുന്നു, സൂചിപ്പിക്കുന്നു. നാം ഇവിടെ ദേശീയ പതാക വെച്ചിരിക്കുന്നു, ഇന്ത്യയുടെ ദേശീയ പതാക. 3 കളറ്. ഈ ദേശീയ പതാക 3 അതിന്റെ നിറത്തില്. ദേശീയതയൊന്നും ആ നിറത്തിലില്ല. പക്ഷേ അതങ്ങനെ വെക്കുമ്പോ നമ്മുടെ ഭാരതത്തിന്റെ പൊതുവായിട്ടുള്ള ദേശീയതയുടെ ചിഹ്നമാണത്. ആ ചിഹ്നത്തിന്റെ ഉള്ളിൽ ദേശീയതയൊന്നുമില്ല. പക്ഷേ അത് പതാകയാകുമ്പോ അത് ചിഹ്നമായി, അടയാളമായി. അടയാളത്തിലെ അടയാളം സൂചിപ്പിക്കുന്ന വസ്തുത അതിലില്ല. ഈ സ്ഥലത്ത് പേപ്പൽ പതാക വെച്ചിരിക്കുന്നു, മഞ്ഞയും വെള്ളയും. ഇതിന്റെ ഉള്ളില് കത്തോലിക്ക വിശ്വാസം ചൊറിഞ്ഞു നോക്കിയാൽ കാണില്ല. പക്ഷേ കത്തോലിക്ക സഭയുടെ ഒരു ചിഹ്നമാണത്, പേപ്പൽ പതാക. അത് അടയാളമാണ്, ചിഹ്നമാണ്. ഇനി എന്താണ് പ്രതീകം? സിംബൽ എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടതാണ്. ദി സിംബൽ കണ്ടെയ്ൻസ് വാട്ട് ഇറ്റ് സിംബിളൈസസ് എന്ന് പറയും. അത് പ്രദ്യോതിക്കുന്ന, അത് സൂചിപ്പിക്കുന്ന കാര്യങ്ങള്, അത് സൂചിപ്പിക്കുക മാത്രമല്ല, അത് സൂചിപ്പിക്കുന്നതോടുകൂടെ അത് ഉൾക്കൊള്ളുകയും കൂടി ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു അമ്മ തന്റെ ശിശുവിനെ വാത്സല്യത്തോടു കൂടി ചുംബിക്കുന്നു. ഈ ചുംബനം സ്നേഹത്തിന്റെ അടയാളം മാത്രമല്ല, സ്നേഹം തന്നെയാണത്. കൊടി ദേശീയതയുടെ അടയാളമായിരിക്കുന്ന പോലെ അത് ദേശീയത അതിലില്ല. അതുപോലെയല്ല അമ്മ തന്റെ ശിശുവിനെ ചുംബിക്കുന്നത്. ആ ചുംബനം സ്നേഹത്തിന്റെ അടയാളമാണ്. അതിലുപരി സ്നേഹത്തിന്റെ ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പൊ ഇറ്റ് കണ്ടെയ്ൻസ് വാട്ട് ഇറ്റ് സിംബിളൈസസ്. ദി സൈൻ ഡസ് നോട്ട് കണ്ടെയ്ൻ വാട്ട് ഇറ്റ് സിഗ്നിഫൈസസ്. ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധ കന്യാമറിയം സ്വാതന്ത്ര്യത്തിന്റെ അടയാളവും അതിന്റെ പ്രതീകവുമാണ്. സ്വാതന്ത്ര്യത്തെ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നു. എങ്ങനെ സ്വാതന്ത്ര്യം ജീവിക്കാമെന്ന് നമ്മുടെ മുമ്പിൽ അത് സൂചിപ്പിക്കുന്നു. ഒരു കൊച്ചു ഉദാഹരണം നമ്മുടെ ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് കടന്നാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാം. ബന്ധപ്പെട്ട ഒരു വീട്ടിലേക്ക്, ഒരു കല്യാണ വിവാഹത്തിന്റെ അവസരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് മാതാവും പുത്രനായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും കടന്നു ചെല്ലുന്നു. വിവാഹ വിരുന്നില് അവിടുത്തെ നാട്ടു നടപ്പനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് അതിഥികൾക്ക് വിളമ്പേണ്ട വീഞ്ഞ്. ബന്ധപ്പെട്ട വീടാണ്, മാതാവിന്റെ ബന്ധു എന്ന രീതിയിലുള്ളൊരു വീടാണത്. മറിയം മനസ്സിലാക്കുന്നു, ഇത്രയും കാര്യപ്പെട്ട വിഭവം തീർന്നുപോയി, ആളുകൾക്ക് വിളമ്പാനില്ല. മനസ്സിന്റെ ഉത്കടമായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥിതി. മാതാവ് അത് സ്വാംശീകരിച്ചുകൊണ്ട് സ്വന്തം പുത്രനോട് വന്ന് പറയുന്നു,
മോനെ, അവരുടെ വീഞ്ഞു തീർന്നുപോയി. മകന് മാത്രം അറിയാവുന്ന ശൈലിയിലുള്ള സംസാരം, മകന് മാത്രം പിടികിട്ടാവുന്ന അർത്ഥവ്യാപ്തിയുള്ള സംസാരം. പക്ഷേ അമ്മ രണ്ടാമത് പറഞ്ഞ വാചകമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നമായിട്ട് നിലനിൽക്കുന്നത്. ആ അമ്മ അവിടെ വീണ്ടും വാഗ്വാദത്തിന് നിൽക്കുന്നില്ല, ഒരു തരം സംശയമോ സംവാദം നിൽക്കുന്നില്ല. പരിചാരകന്മാരെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ മകൻ പറയുന്നത് ചെയ്യുക. അങ്ങനെ പറയാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ സ്വാതന്ത്ര്യം അനുഭവിക്കില്ലേ? അതല്ലേ സ്വാതന്ത്ര്യം. ഒരു തരത്തിലും ബന്ധനങ്ങളില്ല, ഒരു തരത്തിലും അവിടെ ബന്ധം തീരുന്നില്ല. മനസ്സിന് വലിയ ഒരു എന്ന് പറഞ്ഞാൽ സമാധാനം കളയുന്ന ഒരു അന്തരീക്ഷമല്ലാതെ. അങ്ങനെ അന്തരീക്ഷമായിരുന്നെങ്കിൽ ഈ ഒരു വാക്ക് മറിയത്തിൽ നിന്ന് വരില്ല. എന്റെ മകൻ പറയുന്നത് ചെയ്യുക. സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവിക്കുന്ന രീതി കണ്ടോ? അങ്ങനെയുള്ളൊരു മുഹൂർത്തത്തില് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ പെരുമാറാൻ സാധിച്ചാൽ ആ വ്യക്തി സ്വതന്ത്രയാണ്. ഇത് അവിടെ മാത്രമല്ല ഈ മറിയത്തിൽ കാണുക. കൊച്ചുകുട്ടി ബാലനായിരിക്കുന്ന അവസരത്തില് ആകെ ഒന്നേ ഉള്ളൂ, ഒരു മകൻ മാത്രമുള്ള മാതാപിതാക്കന്മാരുടെ ചിന്ത ഇന്ന് ധാരാളം സമർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആകെ ഒരു മകൻ, ആ മകനും കൊണ്ട് അപ്പനും അമ്മയും ബന്ധുക്കളും കൂടിയിട്ട് വളരെ 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 വിദൂരത്തിലുള്ള ആ പള്ളിയിലേക്ക് തിരുനാളിനോട് അനുബന്ധിച്ചു പോകുന്നു. വലിയ സന്തോഷകരമായി നടന്ന് ക്ഷീണിക്കണം. അത്രയേറെ ദൂരമുണ്ട് ആ സ്ഥലത്തേക്ക്. കാറും ബസ്സൊന്നും അന്നില്ലല്ലോ. അങ്ങനെ ഒരു നടപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അമ്മ വിചാരിച്ചു മകൻ അപ്പന്റെ കൂടെ ഉണ്ടാകും, അപ്പൻ വിചാരിച്ചു അമ്മയും അമ്മയുടെ കൂടെ ഉണ്ടാവും. ചെറിയ കുട്ടിയല്ലേ. രണ്ടുപേരും കൂടി സമ്മേളിച്ചു നോക്കുമ്പോ, നടപ്പിന്റെ ഇടയ്ക്ക് നോക്കുമ്പോ മോനെ കാണാനില്ല. അമ്മയുടെ ഇടയിലും ഇല്ല, അപ്പന്റെ ഇടയിലും ഇല്ല. ഇതെവിടെ പോയി? ആകെ ഒന്നുള്ളൂ. അത് ഏതു തരം മോൻ? ഉടനെ അപ്പനും അമ്മയും ബന്ധുക്കളും കൂടിയിട്ട് കുറച്ചു പേര് തിരിച്ചു പോയിണ്ടാവും, കുറച്ചു പേര് വീണ്ടും തിരിച്ചു നടക്കുന്ന മോനെ കാണാനില്ല. അന്ന് പോലീസ് സ്റ്റേഷനുണ്ടോ കൊടുക്കാൻ? ഉടനെ തന്നെ തിരിച്ചു ചെല്ലുകയാണ് ഈ നടന്ന ദൂരമൊക്കെ പിന്നിട്ടിട്ട്. അവിടെ ചെന്നപ്പോ മോൻ വലിയ കാര്യത്തിൽ വ്യാപകനായിരിക്കുന്ന കണ്ട്. അമ്മയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അമ്മ ഓടിച്ചെന്ന് മോനോട് പറയുക, എന്റെ മോനെ, നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിച്ച് നടക്കുകയല്ലേ, ഒരു വാക്ക് മിണ്ടിയിട്ട് ഇവിടെ നിന്നാ മതിയായിരുന്നില്ലേ എന്റെ മോനെ? അവിടെയും മകന്റെ സംസാരം, മകന് മാത്രം മനസ്സിലാക്കാവുന്ന അർത്ഥവ്യാപ്തിയുള്ള ചില വാചകങ്ങള് അതില് സുവിശേഷകൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒന്നും മനസ്സിലായില്ല അമ്മയ്ക്ക്. മകൻ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല. ആ സിറ്റുവേഷനിലും അമ്മയുടെ രീതി സുവിശേഷത്തിൽ കാണുന്നത്, അവള് മകന്റെ വാക്കുകള് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത രീതി കണ്ടു. അവൾ കലുഷിതമായില്ല, അവളാകെ വെപ്രാളപ്പെട്ടില്ല, അവളാകെ രൂക്ഷമായില്ല. അവള് മകന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ സംസാരത്തിന്റെ പൊരുള് മനസ്സിലായില്ല എന്ന് വരികിലും പൊരുളുണ്ടാകുമെന്ന് ധരിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ചില ശൈലികള്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നോക്കിക്കാണുന്ന ആളുകൾക്ക് അതൊരു ചിഹ്നമാണ് സ്വാതന്ത്ര്യത്തിന്റെ. എന്നാൽ ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ചിഹ്നം മാത്രമല്ല, അത് പ്രതീകമാണ്. സ്വാതന്ത്ര്യം തന്നെയാണത്, സ്വാതന്ത്ര്യം തന്നെയാണ്. ഇതാണ് സ്വാതന്ത്ര്യം. ചിലര് വിചാരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ളതാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. തെറ്റിപ്പോയി മക്കളെ. അങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരും തത്വജ്ഞാനികളും അല്ലെങ്കിൽ പണ്ഡിതന്മാരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളും ഒക്കെ ഈ മണ്ണിലുണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്നുള്ളത് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ളതല്ല, ഉത്തമമായിട്ടുള്ള ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സാധ്യതയാണ് സ്വാതന്ത്ര്യം. നല്ലത് ചെയ്യാനുള്ള കാര്യമാണ് സ്വാതന്ത്ര്യം, മോശം ചെയ്യാനുള്ള കാര്യമല്ല സ്വാതന്ത്ര്യം. അത് സ്വാതന്ത്ര്യമല്ല എന്ന് ഇന്ന് പരക്കെ അംഗീകൃതമാണ്. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നവുമാണ് പ്രതീകവുമാണ് പരിശുദ്ധ കന്യാമറിയം. ഇങ്ങനെ ചിഹ്നവും പ്രതീകവും ഒരു വ്യക്തിക്കാകാൻ ഇടവന്നതിന്റെ കാരണത്തിലേക്ക് നമ്മൾക്കൊന്ന് കടക്കുക. ഇത് ഞാൻ കാര്യമാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നവും പ്രതീകവുമാകാൻ സാധിച്ചത്? ഒരു വാചകം, വേദനയിൽ കൂടിയല്ലാതെ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ ഇടവരില്ല. ഈ ഒരു വാചകം സത്യമാണ്. വേദനയിൽ കൂടിയല്ലാതെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ
ഒരു വ്യക്തിക്കും സാധ്യമല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് വേദനകളിൽ കൂടി നീങ്ങിയവളാണ് പരിശുദ്ധ കന്യാമറിയമെന്ന് നമുക്കറിയാം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിനെപ്പറ്റി പരാമർശം ചെയ്യേണ്ട വളരെ 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 ശക്തമായ നീറുന്ന വേദനകളിൽ കൂടി നീങ്ങിയവളാണ്. ആ വേദനകളിൽ കൂടി നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ വ്യവസ്ഥകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്കുള്ള ലോകത്തിലേക്കുള്ള പ്രയാണം. അത് നേടിയെടുത്തത് ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഭാരതത്തെ സംബന്ധിച്ച് ചിന്തിക്കുക. ഇത് ശരിയാണോ? അതോ മാതാവിന്റെ കാര്യത്തിൽ മാത്രമാണോ ഇത് ശരി? എല്ലാ കാര്യത്തിലും ഇത് ശരിയാണെന്ന് മനസ്സിലാകും. ഭാരതത്തെ സംബന്ധിച്ചും ഇത് ശരിയാണെന്ന് മനസ്സിലാകും. ഇന്ന് നാം പറയുന്നു സ്വതന്ത്ര ഭാരതത്തിലെ സ്വതന്ത്ര പൗരന്മാരാണ് നാം എന്ന്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെ കിട്ടിയത്? വേദനയാൽ സമർപ്പിതമായ അനേകം ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ ഹോമിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ അർപ്പിക്കാൻ ജീവിതങ്ങളില്ലായിരുന്നു എന്ന് വരികിൽ നമ്മൾ ഇന്നും അടിമകളാകുമായിരുന്നു. എത്രയോ ആയിരങ്ങള് ജീവിതത്തിന്റെ മുഴുവനും ആത്മാഹൂതി ചെയ്യാൻ ഇടവന്നിരിക്കുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന നിലയിൽ. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിന്റെ പ്രക്രിയയിൽ വലിക്കപ്പെട്ട് അങ്ങനെ ആവേശഭരിതമായിട്ടുള്ള എത്രയോ ആയിരങ്ങള് ഇന്ന് സ്വതന്ത്രമായിട്ടുള്ള രാജ്യം നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ പിറകില് സത്യമായിട്ട് നിലനിൽക്കുന്നു. ഈ യാതനകളും ഈ അർപ്പണത്തിന്റെയും ഈ ത്യാഗത്തിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ ഇന്ന് സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്നതിന് അർത്ഥമില്ല, യാഥാർത്ഥ്യവുമില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം ആർക്കെങ്കിലും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ത്യാഗത്തിന്റെ വഴിയിൽ കൂടി നീങ്ങാൻ ശ്രമിച്ചല്ലാതെ നടക്കില്ല. ഇത് ഭാരതത്തെ സംബന്ധിച്ച് മാത്രമല്ല, അത് പരിശുദ്ധ കന്യാമറിയത്തെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചും സത്യമാണ്. നമുക്കൊക്കെ ഇന്ന് ജീവിക്കാൻ പണം ഉണ്ടാകണം. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് സാധാരണ മനുഷ്യരൊക്കെ. സാമ്പത്തികമായ ഭദ്രത ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെന്ന് വരികില് ചിന്തിക്ക്. ആ സാമ്പത്തികമായിട്ടുള്ള ഡിസിപ്ലിൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നിയന്ത്രണം ഉണ്ടാകണം. അതിനുവേണ്ടി അല്പം ബോധപൂർവം ജീവിക്കാൻ സാധിക്കണം. ആ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഭദ്രതയിലേക്ക് വ്യക്തി സ്വതന്ത്രമായിട്ട് വളരുള്ളൂ. അപ്പൊ സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് വരികില് അതിന്റെ പുറകില് ഒരുപാട് നിഷ്ഠയുണ്ടാകണം. ഇന്ന് ലോകത്തിലെ കോടീശ്വരന്മാരുടെ കഥകളൊക്കെ ഇതാണ്. ഒരു വ്യക്തിയെ എനിക്കറിയാം, കുന്നംകുളത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആ കുന്നംകുളത്തെ ഏറ്റവും ഇന്ന് പ്രബലമായിട്ടുള്ള ഒരു വ്യവസായിയാണ്. ആ വ്യവസായി മരിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ മക്കളാണ് അവിടെയുള്ളത്. ആ വ്യവസായിയാകുന്ന ആ വയോവൃദ്ധനായിരിക്കുന്ന അവസരത്തിലാണ് മരിച്ചത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലൊന്നും ഉണ്ടായില്ല. പാട്ട പറക്കി ജീവിച്ചിരുന്ന മനുഷ്യൻ, കുപ്പികൾ തേടിപ്പിറക്കി അത് കഴുകി വിറ്റിരുന്ന മനുഷ്യൻ. ഇന്ന് ആ കുന്നംകുളത്തിലുള്ള പമ്പുകളിൽ പലതും ആ മനുഷ്യന്റേതാണ്, മക്കളുടേത്. മക്കൾ ചിലരൊന്നും അത് വേണ്ട വിധത്തിൽ ഉപകരിപ്പിച്ചില്ല എന്നർത്ഥം. എന്താണ് ഈ റോട്ടിൽ കൂടി പാട്ടപറക്കികള് അല്ലെങ്കിൽ പാട്ട ഇരുമ്പിന്റെ കഷ്ണങ്ങളെ ആണി മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പറക്കി വിറ്റ് നടന്നിരുന്ന മനുഷ്യൻ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തിന്റെ അധിപനായിട്ട് തീരുന്നു. പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതല്ല. ഇന്ന് നമ്മളൊക്കെ കീടനാശിനി, കാഡ്മിയം, മറ്റത് ഒക്കെ ഇപ്പൊ ബാൻ ചെയ്യേണ്ടത് ചെയ്യുന്ന വേണം കേട്ടോ. കൊക്കോകോളയുടെ അതിന്റെ ആരംഭം എങ്ങനെയാ? ലോകത്തിൽ മുഴുവനുണ്ട് ഇന്ന് കൊക്കോകോള. അതിന്റെ ബ്രൗൺ ഡേയ്സൺ എന്ന് പറയുന്ന ഒരു മാനേജിംഗ് ഡയറക്ടർ ഈ കൊക്കോകോള കമ്പനിയുടെ കാലത്താണ് ഇത്രയേറെ പ്രചാരം ലഭിച്ചത്. അതുവരെ ആരംഭം വളരെ വളരെ ശോചനീയമായ സ്ഥിതിയിലായിരുന്നു. കൊക്കോകോളയ്ക്ക് തന്നെയല്ല, കോൾഗേറ്റിന്റെ സ്ഥിതിയും അതായിരുന്നു. വീട് വിട്ട് ഇറങ്ങിയവനാണ്. അപ്പം പറഞ്ഞു, നീ വല്ല ജോലി അന്വേഷിച്ചിട്ട് നീ മതി വീട്ടില്, നിനക്ക് വയസ്സ് 10-17 ഇല്ലേ, ഇറങ്ങി മോൻ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്ക് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയവനാണ് വില്യം കോൾഗേറ്റ്. അവൻ ഒരു സോപ്പ് നിർമ്മാണം തുടങ്ങി, ഒരു മെഴുതിരി നിർമ്മാണം തുടങ്ങി. അതിൽ നിന്നാണ് ലോകത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യവസായ ശൃംഖലയ്ക്ക് രൂപം കൊടുക്കാനിട വന്നത്. ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മക്കളെ, സാമ്പത്തികമായിട്ട് പോലും ഒരാൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇടവരില്ല. ഇതാണ് അതിന്റെ സത്യം. ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കേ. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് വിചാരിക്കേ.
കിട്ടിയത് കിട്ടിയ സമയത്ത് തോന്നിയോണം യാതൊരു നിബന്ധനയില്ലാതെ അടിച്ചു വീഴുന്ന ആൾക്ക് അത് ആരോഗ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിക്കുമോ? ലഭിക്കില്ല. എനിക്കിത് വേണ്ട, ഇത് ഇത്ര മതി, കൊതിയുണ്ട് നാവില്, പക്ഷെ ഇത് മതി എന്നൊക്കെ വെക്കാൻ സാധിക്കുന്ന വ്യക്തി ത്യാഗമുണ്ടതില്, ശിക്ഷണമുണ്ടതില്. ഈ ശിക്ഷണവും ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരാൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുമെന്നുള്ള വ്യാമോഹത്തിലാ മനുഷ്യൻ. സാധ്യമല്ല. അപ്പൊ ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമായാലും ശരി, സ്വാതന്ത്ര്യം അനുഭവിക്കണം. ആധ്യാത്മികമായാലും ശരി, രാഷ്ട്രീയമായാലും ശരി, സാമൂഹ്യമായാലും ശരി, സാമ്പത്തികമായാലും ശരി, ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമായാലും ആളുകൾക്ക് അനുഭവിക്കാൻ ഇടവരണമെന്ന് വരികില് യാതനകളുടെ വഴിയിൽ കൂടെ, വേദനകളുടെ വഴിയിൽ കൂടെ, ത്യാഗത്തിന്റെ വഴിയിൽ കൂടി നടക്കാൻ തയ്യാറില്ലാതെ സാധാരണ രീതിയിൽ സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ല. അത് വെറും മരീചികയാണ്. നമ്മുടെ ശാപവും സത്യത്തിൽ പറഞ്ഞാൽ ഇതാണ് ഇന്ന്. ത്യാഗം സഹിക്കാൻ, വേദനിക്കാൻ, വേണ്ടതിനെ ബുദ്ധിമുട്ടാൻ ഇന്ന് ആളുകളില്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? സ്വതന്ത്ര ഭാരതമാണെന്ന് നമ്മൾ പറയുന്നു. ആർക്കുണ്ട് സ്വാതന്ത്ര്യം? എവിടെയുണ്ട് ഇത്? അതൊരു മരീചികയാണ്. ബുദ്ധിമുട്ടാൻ തയ്യാറായാൽ, വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാൻ തയ്യാറായാൽ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാം. അതൊരു കിട്ടാകനിയാകില്ല. അങ്ങനെ അനുഭവിച്ച രാഷ്ട്രങ്ങളുണ്ട്. ജപ്പാൻ നശിക്കപ്പെട്ട ഒരു രാഷ്ട്രമായിരുന്നു. ആറ്റം ബോംബിന്റെ വർഷത്താൽ എല്ലാ തരത്തിലും നശിക്കപ്പെട്ട രാഷ്ട്രം പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാൻ തയ്യാറായപ്പോ ലോകത്തിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായി തീർന്നു ജപ്പാൻ. ചൈനയുടെ കാര്യവും മറിച്ചല്ല മക്കളെ. പെട്ടെന്ന് ചൈന ഒരു ശക്തിയായി എന്ന് പറയുന്നതല്ല. അവിടുത്തെ ജനങ്ങള് സഹകരണ ബുദ്ധിയോടുകൂടെ ബുദ്ധിമുട്ടാൻ തയ്യാറാകുന്നു. നമുക്ക് പറ്റിക്കാനേ തയ്യാറുള്ളൂ. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാശം. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയും, ആ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ജീവിതം പൊള്ളയാണ്. അതുകൊണ്ട് ഒരു സത്യം, ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ദിനം ആഘോഷിക്കുന്ന ഇന്ന്, സ്വതന്ത്ര ഭാരതത്തിന്റെ മധ്യസ്ഥയായ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന്, ഭാരത ക്രൈസ്തവരായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യം നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങേണ്ട സമയമാണ്. സ്വാതന്ത്ര്യം ഏതു തരത്തിലുള്ളതായാലും ശരി, അതനുഭവിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഈ അവകാശം യാഥാർത്ഥ്യമായി തീരണമെന്ന് വരികില് ഓരോ വ്യക്തിയും തനതായിട്ടുള്ള രീതിയിൽ നൽകപ്പെട്ടിട്ടുള്ള ചുറ്റുപാടുകളില് ത്യാഗപൂർണം ജീവിക്കാൻ, പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാൻ, ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ ഉള്ളൊരു ശ്രമമുണ്ടെങ്കിലേ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു സന്ദേശം നമുക്ക് ഏറ്റുവാങ്ങാൻ ശ്രമിക്കാം.